എല്ലാവർക്കും നമസ്കാരം. PSC മാത്സ് പരിശീലനത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് LCM HCF എന്നുള്ള ആ ഒരു ഭാഗത്തെ അവസാനത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സെഷനുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അത് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്തായിരുന്നു കഴിഞ്ഞ സെഷനുകളിലൊക്കെ നമ്മൾ പഠിച്ചു പോയത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത്തിരി ഡിഫറൻ്റായിട്ട് ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ്, അതിൽ പ്രധാനമായിട്ടും HCFൻ്റെ ആപ്ലിക്കേഷൻ രീതിയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് ഓരോ എക്സാമ്പിൾ വഴി മനസ്സിലാക്കി പഠിക്കാം. ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോകാം. 43, 91, 183 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം ലഭിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെ പരിചയിച്ചിട്ടില്ലാത്തൊരു ചോദ്യമായിരിക്കാം. അപ്പോൾ 43, 91, 183. അപ്പോൾ ഈ മൂന്ന് സംഖ്യകളെ നിശേഷം ഹരിക്കുന്നില്ല, ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം ലഭിക്കുന്നു. നിശേഷം ഹരിക്കുന്ന സംഖ്യകളല്ല, കിട്ടുന്ന ശിഷ്ടം സെയിം ആണ് എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് HCFുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് നമുക്ക് ഒരു ക്ലൂ ആയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ ഏറ്റവും വലിയ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കണം. HCFുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് നമുക്ക് അതിൽ നിന്ന് ഓർത്തെടുക്കാൻ സാധിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. 43, 91, 183 ഈ ചോദ്യത്തിൽ എപ്പോഴും ഒരു 3 സംഖ്യകളെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ 3 സംഖ്യകൾ തമ്മിലുള്ള ആ ഒരു പോസിബിൾ ഡിഫറൻസസ് നമ്മൾ പല രീതിയിൽ നമുക്ക് ആ ഡിഫറൻസ് എടുക്കാൻ സാധിക്കും 3 സംഖ്യകളെ വെച്ച്. അതായത് ഇപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 183 ആണ്. അപ്പോൾ ആ 183 നിന്ന് ആദ്യം നമ്മൾ 43 കുറയ്ക്കുന്നു. 183 നിന്ന് 43 കുറച്ചാൽ നമുക്ക് 140 കിട്ടും. 140. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 183 നിന്ന് അടുത്ത സംഖ്യയായ 91 കുറയ്ക്കുന്നു. 91 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് നോക്കാം. ഉത്തരം 92 ആണ്. ഇനി അടുത്തത് മറ്റൊരു വ്യത്യാസം കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും. 91, 43 തമ്മിലുള്ള വ്യത്യാസം. 91, 43 തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ നമുക്ക് കിട്ടുന്നത് 48 ആണ്. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് രീതിയിലാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കിട്ടുന്ന 3 വ്യത്യാസങ്ങൾ, ഈ 3 വ്യത്യാസങ്ങളുടെയും HCF കണ്ടുപിടിക്കുക. അപ്പോൾ 3 വ്യത്യാസങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 140 കൂടാതെ 92 പിന്നെ 48 എന്നിവയാണ്. അപ്പോൾ 140, 92, 48 എന്നിവയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 70, 92ൻ്റെ പകുതിയായ 46, 48ൻ്റെ പകുതിയായ 24 എന്നീ സംഖ്യകൾ കിട്ടുന്നു. വീണ്ടും നമുക്ക് ഒരു തവണ കൂടി 2 കൊണ്ട് ഹരിക്കാം, കാരണം എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 35, 23, 24ൻ്റെ പകുതിയായ 12 എന്നിവയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് പൊതുവായ ഒരു ഘടകം അവിടെ കിട്ടില്ല, കാരണം 23 ഓൾറെഡി അതൊരു അഭാജ്യ സംഖ്യയായി കഴിഞ്ഞു. ഇനി HCF എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2 × 2 4 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ട രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നത് 3 സംഖ്യകൾ തന്നിട്ട് ഒരേ ശിഷ്ടം, ഈ 3 സംഖ്യകളെയും മറ്റേതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം കിട്ടുന്നു. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പോൾ ആ HCF എന്നുള്ള ആശയത്തിലേക്ക് വരുന്നു. നമ്മൾ ഈ 3 സംഖ്യകൾ തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ, അതിലേതെങ്കിലും രണ്ടെണ്ണം വീതം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 വ്യത്യാസങ്ങളുണ്ട്. ആ 3 വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ച് വ്യത്യാസങ്ങളുടെ ഉസാഖ അല്ലെങ്കിൽ HCF ആയിരിക്കും ഉത്തരമായി വരിക. അടുത്ത ചോദ്യം. 63, 77, 98 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ 3, 5, 2 എന്നിങ്ങനെ ശിഷ്ടം ലഭിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെയും ശിഷ്ടം ലഭിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ശിഷ്ടങ്ങളാണ് ലഭിക്കുന്നത്. 3, 5, 2 നമ്മൾ 63നെയും 77നെയും 98നെയും ഹരിക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്കത് HCFുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് നിഗമനത്തിലെത്താം. അതുപോലെ തന്നെ 63നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടി.
അപ്പോൾ അതിൻ്റെ അർത്ഥമായി നമ്മൾ എടുക്കേണ്ടത് 63-ൽ നിന്ന് ഈ 3 പോയാൽ 63-ൽ നിന്നും 3 കുറച്ചാൽ നമുക്ക് 60 കിട്ടും. 60 ഈ സംഖ്യയുടെ ഗുണിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നു, അതേ ക്രമത്തിൽ 77-നെ ഹരിക്കുമ്പോൾ കിട്ടുന്നത് 5ആണ് ശിഷ്ടം. അതുകൊണ്ട് 77-ൽ നിന്ന് 5 പോയാൽ ഒരു ഗുണിതമായിരിക്കും, നിശേഷം ഹരിക്കുന്ന സംഖ്യയായിരിക്കും കിട്ടുക, 72. പിന്നെ അതേപോലെ തന്നെ 98-ൽ നിന്ന് ശിഷ്ടം കിട്ടിയത് 2ആണ്. ആ 2 അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് 96 എന്ന സംഖ്യ ലഭിക്കും. അപ്പോൾ 60, 72, 96 എന്നീ സംഖ്യകൾ തീർച്ചയായും ഈ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്ന ആ ഒരു സംഖ്യയുടെ ഗുണിതങ്ങളായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ ഏത്? 60-ൻ്റെയും 72-ൻ്റെയും 96-ൻ്റെയും ഘടകമായി വരുന്ന ഏറ്റവും വലിയ സംഖ്യ. അതിനാണ് നമ്മൾ HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ HCF കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ 3 സംഖ്യകളുടെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 60, 72, 96 നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 30, 36, 96-ൻ്റെ പകുതിയായ 48 എന്നിവയായിരിക്കും. ഇനി വീണ്ടും ഇതിനെയെല്ലാം ഹരിക്കാൻ സാധിക്കുക 6 കൊണ്ടാണ്. 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5, 6, 8 എന്നിവ കിട്ടും. അപ്പോൾ നമുക്ക് HCF ആയിട്ട് കിട്ടുന്നത് 2 × 6. HCF ഈ സംഖ്യകളുടേത് 12ആണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഉത്തരം 12 ആയിരിക്കും. അടുത്ത ചോദ്യം, 4 മീറ്റർ 50 സെൻറ്റിമീറ്റർ, 9 മീറ്റർ 90 സെൻറ്റിമീറ്റർ, 16 മീറ്റർ 20 സെൻറ്റിമീറ്റർ എന്നീ അളവുകൾ ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായി എടുക്കാൻ ഉപയോഗിക്കേണ്ട അളവുകോലിൻ്റെ നീളം എത്ര? നമുക്ക് 3 നീളങ്ങൾ തന്നിട്ടുണ്ട്. ആ നീളങ്ങൾ പറഞ്ഞിരിക്കുന്നത് മീറ്ററും സെൻറ്റിമീറ്ററും ചേർത്ത് കമ്പൈൻ ചെയ്ത് ഉള്ള ഒരു ഫോമിലാണ് ആ നീളങ്ങൾ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ആ 3 നീളങ്ങളും നമുക്ക് അളക്കണം. നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്കെയിലല്ല, ഒരു അളവുകോലാണ്. അളവുകോൽ ഉപയോഗിക്കുന്ന ആ അളവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അളവുകോലിനൊരു നീളമുണ്ട്. ആ നീളത്തിൻ്റെ ഗുണിതമാണെങ്കിൽ മാത്രമേ അളവുകോൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ സാധിക്കൂ. അല്ലാതെ അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വരിയുള്ള അളവ് നമുക്കൊരിക്കലും കിട്ടില്ല. അതാണ് അളവുകോൽ ഉപയോഗിച്ച് ഉള്ള നീളത്തിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അളവുകോലിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ 4 മീറ്റർ 50 സെൻറ്റിമീറ്ററിൻ്റെയും 9 മീറ്റർ 90 സെൻറ്റിമീറ്ററിൻ്റെയും 16 മീറ്റർ 20 സെൻറ്റിമീറ്ററിൻ്റെയും ഒരു ഘടകമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അളവുകോൽ ഉപയോഗിച്ച് ഈ 3 അളവുകളും കൃത്യമായി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഘടകങ്ങൾ പലതുണ്ടാകും അല്ലേ? ഇപ്പം ഈ ചോദ്യത്തിലേക്ക് നോക്കിയാൽ അറിയാം, 10 സെൻറ്റിമീറ്റർ അളവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള 5 സെൻറ്റിമീറ്റർ അളവ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഗുണിതങ്ങളായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളോട് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായി എടുക്കുക. ഏറ്റവും എളുപ്പത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഘടകങ്ങളിൽ ഏറ്റവും വലുത് തന്നെ എടുക്കണം, എങ്കിലേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ അളവ് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യവും HCF എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. നമ്മൾ ഒരു തവണ ഒരു ചോദ്യം കണ്ട് അല്ലെങ്കിൽ 1-2 തവണ കണ്ട് ആ ചോദ്യം പിന്നീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരരുത്. നമുക്കിനി ഈ തരം ചോദ്യം, അളവ് കോല് അല്ലെങ്കിൽ അളവ് പാത്രം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എവിടെ ഏത് എക്സാം ഹോളിൽ വെച്ച് കണ്ടാലും ഉടൻ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട വാക്ക് എന്ന് പറയുന്നത് HCF ആണ്. ആ HCF എന്ന് പറയുന്ന വാക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഡയറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. ഇനി നമ്മൾ ഇതിൽ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 4 മീറ്റർ 50 സെൻറ്റിമീറ്റർ അതൊരു സ്റ്റാൻഡേർഡ് രീതിയിലല്ല ആ ഒരു യൂണിറ്റ് കിടക്കുക. നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാത്രമായി മാറ്റുക. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അത് സംശയമില്ലാത്ത കാര്യം ഓർത്തിരിക്കുക. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4 മീറ്റർ 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 450 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. 450 സെൻറ്റിമീറ്റർ. ഇനി അതേപോലെ 9 മീറ്റർ 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 990 സെൻറ്റിമീറ്റർ ആകും. ഇനി 16 മീറ്റർ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1620 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അപ്പോൾ ഈ 3 സംഖ്യകളുടെയാണ് നമുക്ക് HCF കണ്ടുപിടിക്കേണ്ടി വരിക. ഈ സംഖ്യകളെ നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. ആ 0 അങ്ങ് ഒഴിവാക്കിയാൽ 10 കൊണ്ട് ഹരിക്കാം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 45, 99, 162 എന്നീ സംഖ്യകളാണ്.
ഇനി ഹരിക്കാൻ നേരത്ത് നമുക്ക് ആ 45 99 എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ 162 ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. 162നെ നമുക്ക് എളുപ്പത്തിൽ ആ അക്കങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 3ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയാണ്. 6 1 2 കൂട്ടി നോക്കിയാൽ നമുക്ക് 9 കിട്ടും. അതായത് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 45ൻ്റെ സ്ഥാനത്ത് 15, 99ൻ്റെ സ്ഥാനത്ത് 33, 162ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് 54 എന്നിങ്ങനെയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ കിട്ടിയിരിക്കുന്ന 3 സംഖ്യകളും വീണ്ടും 3ൻ്റെ ഗുണിതങ്ങളാണ്. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 5, 11, 18 എന്നീ സംഖ്യകളായിരിക്കും ലഭിക്കുക. ഇനി ഒരു ഹരണം നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് HCF ആണ്. HCF കണ്ടുപിടിക്കാൻ ഏതൊക്കെ സംഖ്യകളാണ് ഗുണിക്കേണ്ടതെന്ന് നോക്കുക. 10, 3, 3. 10 × 3 × 3 ചെയ്താൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും 90 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായി അളവെടുക്കാൻ ഉപയോഗിക്കേണ്ട അളവ് കോലിൻ്റെ നീളമെന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണ് ഉപയോഗിക്കാൻ സാധിക്കുക. അടുത്ത ചോദ്യം, 112 ലിറ്റർ, 192 ലിറ്റർ, 256 ലിറ്റർ എന്നീ അളവുകൾ ഏറ്റവും എളുപ്പത്തിൽ കൃത്യമായി എടുക്കാൻ ഉപയോഗിക്കേണ്ട അളവ് പാത്രത്തിൻ്റെ വ്യാപ്തം എത്ര? ഇവിടെയും നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൻ്റെ തന്നെ മറ്റൊരു ചോദ്യം, അതേ ആശയത്തിൽ തന്നെ വരുന്ന മറ്റൊരു ഉദാഹരണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ അളവ് കോലിൻ്റെ നീളം എന്നായിരുന്നെങ്കിൽ ഇവിടെ അളവ് പാത്രത്തിൻ്റെ വ്യാപ്തം എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും വളരെ കൗതുകകരമായ അല്ലെങ്കിൽ രസകരമായ പസിലുകളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരാശയമാണിത്. ഇപ്പോൾ ഇന്ന അളവുകൾ എടുക്കാൻ വേണ്ടി ഏതളവിലുള്ള പാത്രം ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെയും അടിസ്ഥാനമായ ആശയം HCF തന്നെ. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ അതേ ആശയം തന്നെ ഒരു ഭാഷയിൽ ചെറിയ മാറ്റം വരുത്തി മാത്രമാണ് ഈ ചോദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുക. നീളം എന്നുള്ളത് വ്യാപ്തമായി മാറി, അളവ് കോല് എന്നുള്ളത് അളവ് പാത്രമായി മാറി. ആ വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് HCF കണ്ടുപിടിക്കുന്നു. 112, 192, 256. HCF കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സംഖ്യകളെ ചെറുതാക്കി ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 56, 192ൻ്റെ പകുതിയായ 96, 256ൻ്റെ പകുതിയായ 128. വീണ്ടും നമുക്കിതിനെ 2 കൊണ്ട് തന്നെ ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ 28, അതേപോലെ 96ൻ്റെ പകുതിയായ 48, 128ൻ്റെ പകുതിയായ 64 എന്നീ സംഖ്യകൾ കിട്ടുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യക്തമാണ്, നമുക്കതിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളാണ് ഇതെല്ലാം. 4 കൊണ്ട് ഹരിച്ചാൽ 28 എന്ന് പറയുന്നത് 7 × 4, 48, 12 × 4, 64, 16 × 4 എന്ന ക്രമത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡിവിഷൻ പൂർത്തിയായി. കാരണം 7 എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യയാണ്. ഇനി ഹരണം സാധ്യമല്ല. അപ്പോൾ HCF കണ്ടുപിടിക്കാൻ വേണ്ടി 2, 2, 4 എന്നീ സംഖ്യകളുടെ ഗുണനഫലം എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 16 എന്നാണ്. അപ്പോൾ ഈ 3 അളവുകളും കൃത്യമായി എടുക്കാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ അളവ് പാത്രം എന്ന് പറയുന്നത് 16 ലിറ്റർ വലിപ്പമുള്ളതാണ്. നമുക്ക് വേണ്ട ഉത്തരം 16 ലിറ്റർ. അടുത്തത് LCMനെ പറ്റി ഒരു മുൻ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 15, 25, 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണഘനം ഏത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാറ്റേൺസിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായി വരുന്ന ഒരു ചോദ്യമാണ്. പൂർണ്ണഘനത്തിൻ്റെ ആ ഒരു ആശയം കൂടി ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണഘനം എന്താണ്? ഘനം എന്നാൽ ക്യൂബ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ പൂർണ്ണഘനമായ സംഖ്യ എന്നാൽ പെർഫെക്റ്റ് ക്യൂബ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യയുടെ ക്യൂബായി വരുന്ന സംഖ്യയാണ് നമ്മൾ പൂർണ്ണഘനം എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ 15, 25, 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാനും സാധിക്കണം. അതായത് ഈ സംഖ്യകളുടെ ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതേപോലെ ഒരു പൂർണ്ണഘനവും ആകണം. ഈ 2 കണ്ടീഷൻസും ശരിയായി വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു, നമ്മൾ നേരത്തെ മുൻ അധ്യായങ്ങളിൽ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്, നിശേഷം ഹരിക്കാവുന്ന 2 അതിലധികമോ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്നുള്ള ഭാഗം കണ്ടാൽ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. LCM ആണ്. നമ്മൾ പലതവണ മുൻ ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ
ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ LCM കണ്ടുപിടിക്കുക. 15, 25, 40. അപ്പോൾ ഈ സംഖ്യകളുടെ LCM എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 കൊണ്ട് ഹരിക്കുന്നു. 5 കൊണ്ട് ഹരിച്ചാൽ 3, 5, 8 ആണ് അവശേഷിക്കുക. ഇനി ഇവയുടെ ഗുണനഫലം എടുത്ത് നോക്കുന്നു. ഇവയുടെ ഗുണനഫലം എടുത്താൽ 8 × 5 40, 40 3 120, 120 × 5 600 നമുക്ക് ഗുണനഫലം കിട്ടുക. അപ്പോൾ ഈ 600-നെ നമുക്ക് ഒരു പൂർണ്ണഘനമായി എഴുതാൻ സാധിക്കില്ല. 600 ഒരിക്കലും ഒരു പൂർണ്ണഘനം അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? 600-നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 600-നെ ഫാക്ടറൈസ് ചെയ്ത് 600-ൻ്റെ ഘടകങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. 600-നെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 600-നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു, 300 ലഭിക്കുന്നു. 300-നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 150 കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു, അപ്പോൾ നമുക്ക് 75 കിട്ടുന്നു. 75-നെ പിന്നെ 3 കൊണ്ട് ഹരിക്കുന്നു, 25 ലഭിക്കുന്നു. 25-നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5-ൽ അവസാനിക്കുന്നു. അപ്പോൾ ഈ 600 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഇനി എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിനെ ഒരു പൂർണ്ണ ഘനമാക്കാം എന്നറിയാനാണ് നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്തത്. അപ്പോൾ നോക്കുക, 600-ൽ 2 × 2 × 2 എന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഓൾറെഡി 2-ൻ്റെ ക്യൂബാണ്, ക്യൂബായി നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. അതേസമയം ഒരു 3 ഉണ്ട്, അതുപോലെ 2 5-കളുമുണ്ട്. അപ്പോൾ 2 5-കൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതൊരു ക്യൂബാവില്ല. അപ്പോൾ അവിടെ എന്ത് വേണം? അവിടെ ഒരു 5 വേണം. ഒരു 5 കൂടി വന്നാൽ മാത്രമേ അത് ക്യൂബാവുകയുള്ളൂ. അതുപോലെ ഒരു 3 മാത്രം നിന്നാലും ക്യൂബാവില്ല. അതുകൊണ്ട് നമുക്ക് 2 3-കൾ പുറത്തു നിന്ന് കൊണ്ടുവരണം. 2 3-കൾ കൂടി പുറത്തു നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സംഖ്യയെ 600 എന്ന സംഖ്യയെ ഒരു ക്യൂബാക്കി മാറ്റണമെങ്കിൽ, ഒരു പെർഫെക്റ്റ് ക്യൂബാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ സംഖ്യയെ 3 × 3 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 3 × 3 × 5. 3 × 3 9 × 5 45. അപ്പോൾ 600-ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ പൂർണ്ണഘനം എന്ന് പറയുന്നത് 600 × 45 ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും. 600 × 45 ചെയ്താൽ ഏത് സംഖ്യയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 27,000 27,000. അപ്പോൾ 27,000 ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഈ പറയുന്ന 3 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണഘനം എന്നത് 27,000 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനമായും HCF-ൻ്റെ ഉസാഖയുടെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ടൈപ്പുകളിലായിട്ട് പറഞ്ഞു പോയത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ഓർത്തിരിക്കുന്ന രീതിയിൽ നല്ല വ്യക്തതയോടെ പഠിച്ച് മനസ്സിലാക്കാം. താങ്ക് യു.